സ്കൂൾ തുറക്കാറായ സമയത്തും സ്കൂൾ പൂട്ടിയ സമയത്തും ഒക്കെ വൈകുന്നേരം കുട്ടികൾ നമ്മളോട് ചോദിക്കുമല്ലോ എന്താണെന്ന് ചായക്ക് കടിയെന്ന്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് കൊണ്ടുള്ളൊരു പലഹാരമാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ ബ്രെഡ് പീസസും എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ 2 മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അല്പം പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ പഞ്ചസാര ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും പുറത്ത് പോകുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടിലും മറ്റും കുട്ടികളൊക്കെ വീണ് അപകടങ്ങളൊന്നും ഉണ്ടാകാണ്ട് അവരെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലോ വെളിച്ചെണ്ണയ്ക്കോ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നെയ്യ് ചേർക്കുമ്പോഴാണ്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ ബ്രെഡ് പീസസും ഈ മിക്സിയിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു വശം വെന്തു വരട്ടെ. ഇപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് നന്നായി വേവിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ കുട്ടികൾക്ക് രണ്ടാൾക്കും നെയ്യ് നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കുന്നത്. ഇനി തിരിച്ചും മറിച്ചുമിട്ട് ഇതും നന്നായി വേവിച്ചെടുക്കാം. അപ്പം ബാക്കി ബ്രെഡും തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കുടിക്കാൻ കുറച്ച് ചായയും കൂടി ഉണ്ടാക്കാം.
പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും നമ്മൾ വലിയ ആൾക്കാർക്കും ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കാം. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രെഡ് മുക്കി പൊരിച്ചതും ചായയും കൂടി കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.